ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വാർത്ത. 2026 ഏറ്റവും ഗൗരവകരമായ ഒരു അന്താരാഷ്ട്ര വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ആഗോള ഭൗമ രാഷ്ട്രീയത്തെയും പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും കരുത്ത് കാട്ടിയിരിക്കുകയാണ്. കേവലം ഒരു സൈനികാഭ്യാസത്തിനപ്പുറം ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് തങ്ങളുടെ കയ്യിലാണെന്ന ശക്തമായ താക്കീതാണ് ഇറാൻ നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. കഴിഞ്ഞ ദിവസം, അതായത് 2026 ഫെബ്രുവരി 17 ഇറാൻ ഈ കടലിടുക്ക് ഭാഗികമായി അടച്ചിടുകയും വൻതോതിലുള്ള സൈനികാഭ്യാസം നടത്തുകയും ചെയ്തു. ജനീവയിൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാന്റെ ഈ ഷോ ഓഫ് ഫോഴ്സ്. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. ആദ്യമായി എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ ജലപാത ഇത്ര പ്രധാനമാകുന്നത് എന്ന് നോക്കാം. പെർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാതയ്ക്ക് കഷ്ടിച്ച് 33 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. പക്ഷേ ഈ ഇടുങ്ങിയ പാതയ്ക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റാൻ ശേഷിയുണ്ട്. ലോകത്ത് കടൽ മാർഗം നീങ്ങുന്ന അസംസ്കൃത എണ്ണയുടെ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20% ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അടുത്തിടെ ഇറാൻ ഈ പ്രദേശം ഭാഗികമായി അടച്ചുപൂട്ടുകയും അവിടെ വൻതോതിലുള്ള സൈനികാഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിതെളിച്ചത്. ആഗോള എണ്ണ വിപണിയെയും നയതന്ത്ര ചർച്ചകളെയും ഒരുപോലെ ബാധിക്കുന്ന ഈ നീക്കത്തിന് പിന്നിലെ കാരണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ലോകം എത്രത്തോളം സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ്. സൗദി അറേബ്യ, ഇറാൻ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ലോക വിപണിയിൽ എത്തണമെങ്കിൽ ഈ ഇടുങ്ങിയ വഴി കടന്നേ തീരും. 2026 പുതിയ കണക്കുകൾ പ്രകാരം പ്രതിദിനം 13 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇതുവഴി നീങ്ങുന്നത്. അതായത് ഹോർമുസ് ഒരു ദിവസം തടഞ്ഞാൽ പോലും ലോകത്തിന്റെ പല ഭാഗത്തും വൈദ്യുതി നിലയ്ക്കും ചരക്ക് നീക്കം തടസ്സപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് എന്ന് വിളിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനികാഭ്യാസത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് സ്മാർട്ട് കൺട്രോൾ ഓഫ് ദി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്നാണ്. ഡ്രോണുകൾ, ആധുനിക മിസൈലുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് എന്നിവ ഉപയോഗിച്ചാണ് ഈ അഭ്യാസം നടത്തുന്നത്. ഫെബ്രുവരി 16 തുടങ്ങിയ ഈ ഒരു നീക്കം ലോകരാജ്യങ്ങളെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ഇത് കേവലം സുരക്ഷാ പരിശോധനയാണ് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയ്ക്കുള്ള ഒരു സന്ദേശമാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് അമേരിക്ക പശ്ചിമേഷ്യയിൽ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ഫോർഡ് എന്നീ 2 വമ്പൻ വിമാനവാഹിനി കപ്പലുകൾ വിന്യസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ ഒരു നീക്കം. ഈ സൈനികാഭ്യാസം നടക്കുന്നത് ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2ാം ഘട്ട ആണവ ചർച്ചകൾക്കിടയിലാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചിയും അമേരിക്കൻ പ്രതിനിധികളും തമ്മിലുള്ള ഈ ചർച്ചകൾ അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. തങ്ങളുടെ ആണവ പദ്ധതികളിൽ നിയന്ത്രണം വേണമെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്ന് ഇറാൻ വാശി പിടിക്കുന്നു. ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ നേടിയെടുക്കാനാണ് ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടച്ച് ഇറാൻ ലോകത്തെ സമ്മർദ്ദത്തിലാക്കുന്നത്. ഞങ്ങളെ ആക്രമിച്ചാൽ എണ്ണ വിപണി ഞങ്ങൾ തകർക്കുമെന്ന ഭീഷണിയാണ് ഇതിലൂടെ ഇറാൻ മുഴക്കുന്നത്. അതായത് ഈ ചർച്ചകൾക്കിടയിൽ ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായി അടച്ച നടപടി ചർച്ചകളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു തന്ത്രമായും വിലയിരുത്തപ്പെടുന്നു. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇറാനെ സംബന്ധിച്ച് തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്നു. ആഗോള വിപണിയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കിലെ നേരിയ ചലനം പോലും ഭയാനകമാണ്. എണ്ണവിലയിലെ വർധനവ് മാത്രമല്ല, കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുതിച്ചുയരുന്നതിനും ചരക്ക് നീക്കത്തിന്റെ ചെലവ് കൂടുന്നതിനും ഇത് കാരണമാകും. ലോകത്തിന്റെ ഒരു ഭാഗത്ത് നടക്കുന്ന ഈ ഒരു സംഘർഷം ദൂരെയുള്ള രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതത്തെ പോലും ബാധിക്കും. പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നത് വഴി നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുന്ന സാഹചര്യം ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിലെ സമാധാനം എന്നത് കേവലം ഇറാൻ അമേരിക്ക പ്രശ്നമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ ആവശ്യമാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഇത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഏകദേശം 40% കടന്നു പോകുന്നത് ഹോർമുസ് വഴിയാണ്. കടലിടുക്കിൽ ചെറിയൊരു സംഘർഷം ഉണ്ടായാൽ പോലും ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില കുതിച്ചുയരും. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. കൂടാതെ ഖത്തറിൽ നിന്നുള്ള LNG വിതരണത്തെയും ഇത് കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ചർച്ചകൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ചരിത്രപരമായി നോക്കിയാൽ പുരാതന കാലം മുതൽക്കേ ചൈനയിൽ നിന്നുള്ള പട്ടുകളും മറ്റു വിഭവങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചിരുന്ന സുപ്രധാനമായ ഒരു വ്യാപാര പാതയാണിത്. അന്ന് സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം ഇന്ന് ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരാകേന്ദ്രമാണ്.
ഇനി ഇറാൻ ഈ പ്രദേശം പൂർണ്ണമായും അടച്ചിടുമെന്ന് കരുതാൻ പ്രയാസമാണ്. കാരണം അത് ഇറാനെ തന്നെ സാമ്പത്തികമായി കൂടുതൽ തളർത്തും. എങ്കിലും തങ്ങളെ ആക്രമിച്ചാൽ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു താക്കീതായി ഈ താൽക്കാലിക നടപടിയെ കാണാം. ഏതായാലും വരും ദിവസങ്ങളിൽ ജനീവയിലെ ചർച്ചകൾ എത്രത്തോളം വിജയകരമാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഹോർമുസ് കടലിടുക്കിലെ സമാധാനം. സൈനിക ബലത്തെക്കാൾ ഉപരിയായി നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ മാത്രമേ ഈ മേഖലയിലെ പിരിമുറുക്കം കുറയ്ക്കാൻ സാധിക്കൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് ഒരു പ്രഷർ പോയിന്റ് ആയിട്ടാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധഭീതി നിലനിർത്തുന്നത് ഇറാന്റെ തന്ത്രമാണ്. വരും ദിവസങ്ങളിൽ ജനീവയിലെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ ഹോർമുസിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു യുദ്ധത്തിനല്ല, മറിച്ച് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമാധാനപരമായ പരിഹാരത്തിനാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.